ഞാൻ അമ്മേനെയും അച്ഛനെയും ഏറ്റവും കൂടുതൽ ചീത്ത പറഞ്ഞിരിക്കുന്നത് കൃഷിയുടെ കാര്യത്തിലാണ് കേട്ടോ. ഊണും ഉറക്കമൊന്നും ഇല്ലാതെ കേട്ടോ ഇവരെ കൃഷി. എന്തിനാണ് ഇങ്ങനെ അധ്വാനിക്കുന്നതെന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. ഇപ്രാവശ്യമാണെങ്കിലോ കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത നെല്ലിൻ്റെ പൈസ പോലും കിട്ടാതെയാണ് കേട്ടോ ഇപ്രാവശ്യവും കൃഷി ചെയ്യുന്നത്. ഞാൻ അമ്മോട് ഒത്തിരിയും പറഞ്ഞു കേട്ടോ വേണ്ടാന്ന്. പ്രത്യേകിച്ച് എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്കിതാ ഈ അടുത്ത കേട്ടോ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞിരിക്കുന്നത്. ചെറുതെന്തെങ്കിലും കാണിച്ചിട്ടുണ്ടെങ്കിൽ ഡോക്ടർ അപ്പം തന്നെ അഡ്മിറ്റ് ആകാനാട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അച്ഛനും ഈ പ്രാവശ്യം ചെയ്യാൻ തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷേ ഇതങ്ങോട്ട് പറഞ്ഞു നോക്കുമ്പോഴോ അമ്മ ഗംഭീര കരച്ചിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. ചില ദിവസം നമ്മളോട് മിണ്ടാതെ പോലും ഇരുന്നിട്ടുണ്ട് കേട്ടോ ഇക്കാര്യത്തിൽ. ഇപ്രാവശ്യമാണെങ്കിൽ പഞ്ചായത്തിൽ നിന്ന് അമ്മേനെ ആദരിക്കലൊന്നും ഉണ്ടായിരുന്നു കേട്ടോ. അമ്മേനെ മാത്രമല്ല കേട്ടോ ഒരുപാട് മികച്ച കർഷകരെ ആദരിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയിൽ അമ്മ ഗംഭീര പ്രസംഗമൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കണ്ടൊക്കെ തന്നെ കൂട്ടിപ്പിടിച്ചു. ഞാൻ അതുകൊണ്ട് തന്നെയാണ് ഞാൻ മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞ ഒരാളാണ്. രണ്ട് വാക്ക് സംസാരിക്കാൻ വിളിക്കുക. ഞാൻ 17 വർഷമായി കൃഷി നടത്തുമായിരുന്നു. അതിന് എനിക്ക് കഴിഞ്ഞ കൊല്ലം എനിക്ക് ഓപ്പറേഷനുകളൊക്കെ കഴിഞ്ഞ കാരണം ഞാൻ കൃഷിയോടെ ഉടനെ ഓടിച്ചു. ഇപ്രാവശ്യം എൻ്റെ ഭർത്താവ് ചെയ്യേണ്ടെന്ന് പറഞ്ഞാലും ഞാൻ ചെയ്തിരിക്കും എന്ന് പറഞ്ഞു. അതുകൊണ്ട് എല്ലാവരും സ്വീകരണം അറിയിക്കുന്നു. എനിക്ക് എൻ്റെ കഴിഞ്ഞ കൊല്ലത്തെ പൈസ കിട്ടിയിട്ടില്ല, അതിൻ്റെ ഒരു വിഷമമുണ്ട്, അത്ര മാത്രം വേണം. സത്യം പറഞ്ഞാൽ അമ്മ ഗംഭീര കരച്ചിലൊക്കെ ആയിരുന്നു കേട്ടോ പ്രസംഗത്തിൻ്റെ ഇടയിൽ. അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ നേരെ പോയത് ചെറിയച്ഛൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ. ഇന്ന് ഉണ്ണിയുടെ പിറന്നാളായിരുന്നു കേട്ടോ. ഞങ്ങൾ വന്നപ്പോഴത്തേനും കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നേരെ അവിടുന്ന് ഫുഡൊക്കെ അടിച്ചിട്ട്